തിരക്ക് നിയന്ത്രിക്കുന്നതിനായി തമിഴ്നാട് സർക്കാർ നീലഗിരി ജില്ലയിൽ ഇ-പാസ് ഏർപ്പെടുത്തിയതോടെ ഊട്ടിയിലെ വ്യാപാര മേഖല സ്തംഭിച്ചതായി വ്യാപാരികൾ. ഇ-പാസ് നിർബന്ധമാക്കിയതോടെ സഞ്ചാരികൾ ഊട്ടി യാത്ര ഒഴിവാക്കുന്നത് വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് തമിഴ്നാട് സർക്കാർ ഇ-പാസ് നിർബന്ധമാക്കിയത്. മെയ് 7 മുതൽ ജൂൺ 30 വരെയും പിന്നീട് സെപ്റ്റംബർ 30 വരെയും ഇ-പാസ് നീട്ടി. ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡിസംബർ 30 വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. നീലഗിരി ജില്ലയുടെ പ്രവേശന കവാടങ്ങളിലെല്ലാം ഇ-പാസ് പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇ-പാസ് ഇല്ലാതെ വരുന്ന യാത്രക്കാർക്ക് നീലഗിരി അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകളിൽ ജീവനക്കാർ ഓൺലൈൻ വഴി പാസ് എടുത്തു നൽകുന്നുണ്ടെങ്കിലും അവധി ദിവസങ്ങളിൽ അതിർത്തിയിൽ വാഹനത്തിരക്ക് ഏറെയാണ്. വഴിയിൽ കാത്തു കിടക്കേണ്ടി വരുന്നതിനാൽ ഊട്ടിയിലേക്കുള്ള പല ടൂറിസ്റ്റുകളും മൈസൂർ, മുതുമല, ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര മേഖലകളിലേക്കാണ് റൂട്ട് മാറ്റുകയാണ്. ഇത് ഊട്ടിയെ കേന്ദ്രീകരിച്ചുള്ള വ്യാപാര മേഖലയെ കാര്യമായി ബാധിച്ചതായി ഊട്ടിയിൽ 40 വർഷത്തോളമായി ഹോട്ടൽ ബിസിനസ് ചെയ്തുവരുന്ന മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് നിത്യസത്യൻ പറഞ്ഞു. ഇ-പാസ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവൺമെന്റ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വരുന്ന സഞ്ചാരികളുടെ വാഹനങ്ങളുടെ അമിത വരവ് കൊണ്ട് റോഡ് ബ്ലോക്കാവുന്ന ഒന്നാണ്. ഞങ്ങൾ പറയുന്നത്, ഊട്ടിക്കാർ പറയുന്നത്, ഊട്ടിയിൽ ജീവിക്കുന്ന ഞങ്ങൾ നിരവധി അസോസിയേഷനിൻ്റെ ആളുകളുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇവിടെ ആവശ്യം ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, റോഡ് സൗകര്യം ഡെവലപ്പ് ചെയ്യണം. അല്ലാതെ നമ്മൾ വരുന്നവരെ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്കണോമിയാണ് ഇവിടെ തകരാറിലാകുന്നത്. ഇവിടെ ജീവിക്കുന്ന ഓരോ ആളുകൾക്കും ഉണ്ടാകേണ്ടുന്ന ദൈനംദിന ജീവിതത്തിന് തന്നെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെ എന്തുകൊണ്ട് ഗവൺമെൻറ് മാനിക്കുന്നില്ല? അതിനെ എന്തുകൊണ്ട് ഗവൺമെൻറ് ചിന്തിക്കുന്നില്ല? ഒരു 200 വർഷമായി ഊട്ടി കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ ഊട്ടി എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ട്. ലോഡ്ജുകൾ, ടൂറിസ്റ്റ് ഹോമുകൾ, ക്വാർട്ടേഴ്സ്, ടാക്സി ഓട്ടോ, ടൂറിസ്റ്റ് ഗൈഡ്, ട്രാവൽസ് തുടങ്ങിയവയെല്ലാം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ദക്ഷിണ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ ഊട്ടിയിൽ വർഷത്തിൽ 35 ലക്ഷത്തോളം സഞ്ചാരികളാണ് സന്ദർശകരായി വന്നിരുന്നത്. ഇ-പാസ് നിർബന്ധമാക്കിയതോടെ ഇത് 15 ലക്ഷത്തോളമായി ചുരുങ്ങി. പ്രതിസന്ധി രൂക്ഷമായതോടെ വ്യാപാര സംഘടനകളും മറ്റു മേഖലകളിലുള്ളവരും സംയുക്തമായി തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ട് ഇ-പാസ് സംവിധാനം ഒഴിവാക്കിക്കിട്ടാനുള്ള ശ്രമത്തിലാണ്. വിഷയത്തിൽ കോടതി ഇടപെട്ടതിനാൽ സർക്കാരിന് എത്ര കണ്ട് ഇടപെടൽ നടത്താനാവുമെന്ന് നിശ്ചയമില്ല. വാഹനങ്ങൾ അധികമുണ്ടെങ്കിൽ അതിന് സൗകര്യം ഏർപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് വ്യാപാരികളുടെ പക്ഷം. രാജ്യത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ ഊട്ടിയിലേക്ക് സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്താതെ റോഡുകളും പാർക്കിംഗ് സൗകര്യങ്ങളും ഉൾപ്പെടെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തി ഗതാഗത തടസ്സം ഒഴിവാക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള നിവേദനത്തിൽ വ്യാപാരി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, നീലഗിരി.